സാറ് മറ്റ് വിശിഷ്ടാതിഥികൾ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങുകളിലേക്ക് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്. നമസ്കാരം സാർ. ഇന്ന് രാവിലെ മുതലേ തന്നെ നല്ല മഴയാണ്. ഇരിങ്ങാലക്കുടക്കാരെല്ലാവരും കുടയും ചൂടി ഒരു വലിയ വേദിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും മഴയാണ്. ഇപ്പൊ കൽപ്പക വെഡിങ്സിന്റെ ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരു നിമിഷത്തിന് വിജയാശംസകൾ നേർന്ന് സാർ രണ്ട് വാക്ക് സംസാരിക്കുന്നത് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ്. ഏറ്റവും പ്രിയപ്പെട്ട കൽപ്പക എന്ന മഹത്തരമായ സ്ഥാപനത്തിൻ്റെ ഉടമ എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ പ്രദീപ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, എൻ്റെ ഏറ്റവും സ്നേഹമുള്ള എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, വാത്സല്യതികളായ കുഞ്ഞുമക്കളെ, കൽപ്പകയുടെ 4ാമത്തെ ഷോറൂം ഇവിടെ ആരംഭിക്കുകയാണ്. കാട്ടൂരിൽ തുടങ്ങി തൃപ്രയാറിലൂടെ വന്ന് കൊടുങ്ങല്ലൂരെത്തി ഇപ്പോൾ നമ്മുടെ വരുന്നാനങ്ങളുടെ നാടായ ഇരിങ്ങാലക്കുടയിലേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ്. കൽപ്പകയെ നമ്മളെല്ലാവരും കൂടി സ്നേഹത്തോടെ വരവേൽക്കുകയാണ്. ഇനിയുള്ള ഓണക്കാലം കൽപ്പകയിൽ നിന്ന് മനോഹരമായ വസ്ത്രങ്ങൾ വാങ്ങാനുള്ള ഏറ്റവും വലിയ സുവർണ അവസരം നമുക്ക് പ്രിയപ്പെട്ട പ്രദീപ് ഒരുക്കി തന്നിരിക്കുകയാണ്. ഞാൻ ഈ സ്ഥാപനത്തിന് എല്ലാ ആശംസകളും നേരുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട താരം ഭാവന ഏതാനും സമയത്തുള്ളിൽ എത്തിച്ചേരും എന്നാണ് അറിയിച്ചുള്ളത്. എന്തായാലും കോരിച്ചൊരിയുന്ന മഴയത്തും ഈ സ്ഥാപനത്തെ ഉദ്ഘാടന ചടങ്ങിനെ അനുഗ്രഹിക്കാൻ, ഈ ചടങ്ങ് മംഗളമാക്കി തരാൻ, അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഭാവന എന്ന നടിയെ ഒരു നോക്ക് കാണാനും അവർക്ക് പറയാനുള്ളത് കേൾക്കാനും കൂടിയാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാ ഭാവങ്ങളും നേരുകയാണ്. നമ്മുടെ നാട് എല്ലാ നല്ലതിനെയും സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട നാടാണ്. കൽപ്പക ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയും. അതും മിതമായ നിരക്കിൽ വാങ്ങാൻ കഴിയും എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാ നന്മകളും നേരുന്നു, എല്ലാ വിജയാശംസകളും നേരുന്നു. നമ്മുടെ നാട് തീർച്ചയായിട്ടും ഈ കൽപ്പക എന്ന വസ്ത്രാലയത്തെ നന്നായി പരിപാലിക്കും എന്ന് പ്രിയപ്പെട്ട പ്രദീപിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സർ, ഈ തിരക്കിനിടയിലും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ എല്ലാ പ്രത്യേകതകളെയും മാനിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. അപ്പൊ 4 ഭാഗ്യശാലികൾക്കാണ് നമ്മൾ ലക്കി ഡ്രോയിലൂടെ സമ്മാനങ്ങൾ നൽകാൻ പോകുന്നത്. അതിൽ ഒരാൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ആ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നീങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. സാറിന്റെ കൈ കൊണ്ട് ചേച്ചി പ്ലീസ് വരൂ. നമുക്ക് ആ മൊബൈൽ നമ്പർ ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യത്തെ വിന്നറിന്റെ ലക്കി ഡ്രോ ആദ്യത്തെ വിന്നറിന്റെ പേര് നമ്മുടെ കയ്യിലുണ്ട്. ചേച്ചിയുടെ പേര് അജിത എ വി എന്നാണ്. ചേച്ചി മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞേ. കറക്റ്റാണ് ചേച്ചി, കറക്റ്റാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഒരു കയ്യടി കൊടുക്കുക നിങ്ങൾ എല്ലാവരും. പറ്റുമെങ്കിൽ കേട്ടോ, പറ്റുന്നവര് ആ പ്രൈസ് നമ്മൾ കൊടുക്കുകയാണ്. 4 ലക്ഷം രൂപയുടെ പ്രൈസാണ് നമ്മളിന്ന് നൽകുന്നത്. അത് ബഹുമാനായിട്ടുള്ള MLA കയ്യിൽ നിന്ന് തന്നെ ഈ പ്രൈസ് ഇവിടെ വെച്ച് നമ്മൾ നൽകുകയാണ്. സാർ, അതിൽ 4 ലക്ഷം രൂപയാണുള്ളത്. നമ്മുടെ ആദ്യത്തെ 25,000 രൂപയാണ്. ഭാഗ്യവതിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. കൽപ്പക വെഡിങ്സിന്റെ ഫാമിലി മെമ്പേഴ്സിൽ എല്ലാവരും ചേർന്ന് നൽകുന്ന ഈ ഒരു വലിയ സന്തോഷം ഇരിങ്ങാലക്കുടയുടെ ഏറ്റവും പ്രിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിലേക്ക് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ സാർ ഇവിടെ വെച്ചത് കൈമാറുകയാണ്. താങ്ക് യു സോ മച്ച് സർ. സാറിന്റെ തിരക്ക് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, അടുത്ത ലക്കി ഡ്രോ കൂടിയുണ്ട്. നമുക്ക് നിള എന്ന പേരാണ് ഞാൻ അനൗൺസ് ചെയ്തത്. നിള എന്ന പേരിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ അടുത്ത കൂപ്പണിലേക്ക് കൂടി നീങ്ങുകയാണ്. അടുത്തൊരു ലക്കി ഡ്രോയിലേക്ക് കൂടി നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ അടുത്ത ഭാഗ്യശാലിയെ കണ്ടെത്താനായിട്ട് സർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആ കൂപ്പന്റെ ബോക്സ് ഒന്ന് മുന്നോട്ടേക്ക് എടുക്കാം. അപ്പൊ അത് നമുക്ക് ഐ തിങ്ക് ഒരു 2 പാർട്ടായിട്ടോ അല്ലെങ്കിൽ അത്രയധികം ആളുകളുടെ കൂപ്പൺ അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക്
ഇപ്പോൾ സാർ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ആ ഭാഗം നമുക്ക് എടുത്തിട്ട് കൂപ്പൺ അതിനകത്തേക്ക് ഭാഗ്യശാലികളുടെ പേരുകൾ നമുക്ക് അനൗൺസ് ചെയ്യാനുള്ള സമയമാണ്. പരമാവധി കൂപ്പണുകൾ നമ്മൾ മറ്റൊരു ബോക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ അതിൽ നിന്ന് ഒരു പേരെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം. കൊടുക്കാം സാർ, എടുക്കാം. വെരി ഗുഡ്. ഓക്കെ, ആരായിരിക്കും അടുത്ത ഭാഗ്യശാലി നമുക്ക് നോക്കാം. കൽപ്പക വെഡിങ്സിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറിമണിയോടനുബന്ധിച്ച് 4 ഭാഗ്യശാലികൾക്കാണ് 25,000 രൂപ വീതം നമ്മൾ പ്രൈസ് നൽകുന്നത്. ഒരാൾക്കുള്ള പ്രൈസ് നമ്മൾ ഓൾറെഡി നൽകി കഴിഞ്ഞു. അപ്പൊ അടുത്ത ലക്കി ഡ്രോ വിന്നറെ നമ്മൾ കണ്ടെത്തുകയാണ്. ഓക്കെ, സാർ പേരെടുത്ത് തന്നിട്ടുണ്ട്, ഞാൻ അനൗൺസ് ചെയ്യാണ്. ജിജു എം ജെ. ജിജു എം, ആ പേരിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ജിജു എം ജെ. ജിജു എം ജെ. ജിജു എം ജെ. ഓക്കെ സർ, ആ പേരിൽ ഇവിടെ ആളില്ല എന്നാണ് പറഞ്ഞത്. അത് അവർ പറയുന്ന അവരുടെ പേരല്ലല്ലോ, അപ്പൊ പിന്നെ അല്ല എന്നുള്ള ഒരർത്ഥം കൂടി അതിനുണ്ട്. പക്ഷേ ജിജു എന്ന പേരിൽ ഞാൻ 5 തവണ അനൗൺസ് ചെയ്ത് പറഞ്ഞിരുന്നു. 5-ൽ കൂടുതലായെന്ന് തോന്നുന്നു. ജിജു എം ജെ. ഓക്കെ, നമ്മൾ അടുത്ത സർ ഒരെണ്ണം കൂടി നമുക്ക് എടുക്കാം. ഒരു ഭാഗ്യശാലിയുടെ പേര് കൂടി നമ്മൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ 2ാമത്തെ ലക്കി ഡ്രോ വിന്നറാണ്. എല്ലാവരും അങ്ങനെ പ്രതീക്ഷിച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ കൂപ്പൺ ഇതിനകത്തേക്ക് ഇട്ടിരിക്കുകയാണ്. നോക്കാം നമുക്ക് ആരായിരിക്കും അടുത്ത ഭാഗ്യശാലി എന്നുള്ളത്. ഷെയ്ഖ എന്നാണ് ഈ പേര്. ആ പേരിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് നോക്കിക്കേ, നിങ്ങളുടെ അടുത്ത് അങ്ങനെ പേരിൽ ആരെങ്കിലും ഉണ്ടോ? ഷെയ്ഖ 580, അതാണ് മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ്. ഒന്ന് നോക്കുക, ആ ഭാഗത്ത് ഈ പേരിൽ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ 1,00,000 രൂപയിലേക്ക് എത്തുകയാണ്. 25,000 രൂപ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1,00,000 രൂപയിലേക്ക് എത്തും. ഈ നമുക്ക് മൊത്തം 1,00,000 രൂപയുടെ പ്രൈസുകളാണുള്ളത്. 25,000 രൂപ വീതം 4 ഭാഗ്യശാലികൾക്ക്. ഷെയ്ഖ ആരും അവിടെ ഉണ്ടല്ലേ? അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ടിലോട്ട് വരാൻ പറയണേ. ബഹുമാനായിട്ടുള്ള MLA കയ്യിൽ നിന്നും ക്യാഷ് പ്രൈസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ പരസ്പരം ഒന്ന് സഹകരിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക്. ഷെയ്ഖ, ആ വിന്നർ ഇവിടെ ഉണ്ടോ? ഷെയ്ഖ ഒന്ന് നോക്കണേ. നമ്മളുടെ ബൗൺസേഴ്സോ നമ്മളുടെ സെക്യൂരിറ്റീസോ ഒക്കെ അവിടെ റെഡിയാണ്. ഈ പേരിൽ ഒരു വിന്നർ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണം. ഒരു മിനിറ്റ്. ഷെയ്ഖ ഒന്ന് പറയാമോ അവിടെ അങ്ങനെ ഒരാളുണ്ടോ എന്ന്, വരുന്നുണ്ടോ എന്ന് നോക്കി പറയാമോ? ഷെയ്ഖ എന്ന പേരിൽ അവിടെ ഒരാളുണ്ടോ? അവിടെ ഉണ്ടോ? അതൊന്ന് കൺഫേം ചെയ്ത് പറയൂ. മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 580 ആണ്. 580. ആളിവിടെ ഉണ്ടോ? ഷെയ്ഖ ഉണ്ട്. അവിടെ ഉണ്ടെന്നാണോ? ഒരു ഫോൺ വന്നിട്ടുണ്ട്. അവിടെ ഉണ്ടോ? ആ പേരിൽ ആരും ഇവിടെ ഉണ്ടോ? ആ ഭാഗത്ത് നിൽക്കുന്നവരൊന്ന് സഹകരിക്കണേ. ഈ പേരിലുള്ള വിന്നർ അവിടെ ഉണ്ടോ? ബഹുമാനപ്പെട്ട MLAയും നമ്മളെല്ലാവരും ആ വിന്നറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവിടെ ഉണ്ടെങ്കിൽ ദയവായിട്ട് പറയുക അവിടെ ഉണ്ട്. അതല്ലാത്ത പക്ഷം നമ്മൾ വേറൊരു പേരെടുക്കേണ്ടി വരും. ഷെയ്ഖ അവിടെ ഇല്ലെന്നാണോ? ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, ഷെയ്ഖ ഒന്ന് പെട്ടെന്ന് പറയണേ. ആളുണ്ട്, വരുന്നുണ്ടോ? ശരി, വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എത്തുക. എവിടെ? ചേച്ചിയുടെ പേരാണോ ഷെയ്ഖ? അതെ, ചേച്ചിയുടെ പേരാണോ ഷെയ്ഖ? അതെ, വെരി ഗുഡ്. അവിടെ ആളുണ്ടോ? വരുന്നുണ്ടോ? ശരി, വരട്ടെ. ഒന്ന് എല്ലാവരും ഒന്ന് സഹകരിച്ച് നമുക്ക് ഈ വിന്നറെ ഒന്ന് കണ്ടുപിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ പരസ്പരം ഒന്ന് കോപ്പറേറ്റ് ചെയ്തിട്ട്, ഇപ്പോഴാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റോഡൊക്കെ ഒന്ന് ക്ലിയർ ആയ ഒരു സാഹചര്യമാണ്. ദയവായിട്ട് അതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് യാത്രാ മാർഗത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്. ഞങ്ങളോട് സഹകരിക്കുക. ഷെയ്ഖ എന്ന പേരിൽ ഒരു വിന്നറെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ കണ്ടത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹപ്രവർത്തകയാണ്. ഷെയ്ഖ എന്ന പേരുള്ള ആളിവിടെ ഉണ്ടോ? വരുന്നുണ്ടോ? സ്റ്റേജിലേക്ക് വരുന്നുണ്ടോ? കണ്ടായിരുന്നോ? ശരി, പെട്ടെന്ന് വരാൻ പറയൂ. നമ്മൾ അടുത്ത ഒരു 25,000 രൂപ ക്യാഷ് പ്രൈസ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഷെയ്ഖയുടെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ സ്റ്റേജിലേക്ക് വരുന്നതിനിടയിൽ ഒരു വിന്നറുടെ പേര് കൂടി നമ്മൾ അനൗൺസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർ, ഒരു കൂപ്പൺ കൂടി ഒന്ന് എടുക്കാം. അതെ, വഴി ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. സാറേ വരുന്നുണ്ട്. ഒരു കൂപ്പൺ കൂടി നമുക്ക് നറുക്കെടുപ്പ് നിർവഹിക്കാം. ഷെയ്ഖ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി പുറകിലായതുകൊണ്ട് നടന്നു വരാനുള്ള ചെറിയ സമയം. അതിനിടയിൽ നമ്മൾ 3ാമത്തെ ലക്കി ഡ്രോ വിന്നറുടെ പേര് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കാനായിട്ട് പോവാണ്. സാറിന്റെ കയ്യിൽ നിന്ന് കൂപ്പൺ കിട്ടി, എന്റെ കയ്യിൽ അതുണ്ട്. ഷംല വിനോദ്.
അത് ഷെയ്ഖയാണെന്ന് തോന്നുന്നു. ഷെയ്ഖയാണോ? കൺഗ്രാറ്റുലേഷൻസ് അല്ലേ? ഷെയ്ഖ അല്ലേ? കൺഗ്രാറ്റുലേഷൻ ഷെയ്ഖ. മൊബൈൽ നമ്പർ നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കണം. 25,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ഇവിടെ റെഡിയാണ്. ഹലോ, ഹായ്, കൺഗ്രാറ്റുലേഷൻസ്. ഇത്രയും ബുദ്ധിമുട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നതല്ലേ? മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞേക്കാവോ? ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. ആ ശരി, ഇതിൽ എഴുതിയേക്കുന്ന മൊബൈൽ നമ്പർ അറിയാവോ? ആ ആണോ? അത് ശരി, ഓക്കെ ഓക്കെ. ഇവര് സുഹൃത്തുക്കളാണ്. ഇതാണ് പേര്. നമ്പർ കൊടുത്തേക്കുന്ന ഫ്രണ്ടിന്റെ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് സമ്മാനം കൊടുത്തോട്ടെ? കൊടുക്കാം. രണ്ടുപേരും ഇവിടെ ഉണ്ട്. ആൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ നിന്ന് വാങ്ങുന്നതാണ്. ചേച്ചിയുടെ പേര് ഷെയ്ഖ. ഇതാണ് നമ്മുടെ വിന്നർ. കൺഗ്രാറ്റുലേഷൻസ്. ഒരു കയ്യടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൊടുക്കാം. സർ, 25,000 രൂപ അടുത്ത ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നു. 25,000 രൂപയുടെ ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് നമ്മൾ നൽകുന്നതാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഒരു വിന്നറുടെ പേര് അനൗൺസ് ചെയ്തിരുന്നു. ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അവരുടെ പേര് ഷംല വിനോദ് എന്നാണ്. ഷംല വിനോദ്. ഷംല ഇവിടെ ഉണ്ടോ? ഷംല വിനോദ്. നമ്മൾ ഷെയ്ഖയെ കണ്ടുപിടിച്ച പോലെ തന്നെ ഷംലയെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്താം. ഷുവർ സർ, കൺഗ്രാറ്റുലേഷൻസ്. 25,000 രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നു. ബഹുമാനായിട്ടുള്ള അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അവർ പ്രൈസ് നൽകുകയാണ്. ഒരു സന്തോഷം എന്തോ ഒന്ന് കൊടുക്കുന്നേ അല്ലേ? താങ്ക് യു സോ മച്ച്. അങ്ങനെ 1 ലക്ഷം രൂപയില് 1/2 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത 25,000 എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഷംല വിനോദ്. ഷംല വിനോദ് ചേച്ചിയുടെ പേരാണോ? ഷംല വിനോദ്. ഓക്കെ, മൊബൈൽ നമ്പർ ഒന്ന് മാച്ച് ചെയ്ത് നോക്കണമായിരുന്നു. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 442 ആണോ ചേച്ചി? 442 ആണോ? ആണ് ആണ്. ചേച്ചി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്പേസ് ഒന്ന് കൊടുക്കണേ. അവിടെ നിന്ന് കടന്നു വരാനായിട്ട് ഒന്ന് പരസ്പരം ഒന്ന് സഹകരിക്കുക. പെട്ടെന്ന് ചേച്ചി സ്റ്റേജിലെത്തും. സാർ, ഒരു ലക്കി ഡ്രോ വിന്നറെ കൂടി കണ്ടുപിടിച്ച് 4 വിജയികളും നമുക്ക് കംപ്ലീറ്റഡ് ആവും. അപ്പൊ വളരെ സന്തോഷത്തോടെ സാർ ഇതിൽ നിന്ന് നമുക്ക് ഒരു ബോക്സ് എടുക്കാം. അത്രയും അധികം ആളുകളുടെ പങ്കാളിത്തം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. കൽപ്പകയെ ഈ ഹൃദയങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇരിഞ്ഞാലക്കുട നെഞ്ചിലേറ്റി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ അടുത്ത വിന്നർ അലൻ ആൻഡ്രു. അലൻ ആൻഡ്രു. അലൻ ആൻഡ്രു. അലൻ, ഈ പേരിലൂടെ ആരെങ്കിലും ഉണ്ടോ? അലൻ ആൻഡ്രു. അലൻ, അലൻ ആൻഡ്രു. അലൻ, അലൻ ആൻഡ്രു. ഒരു കൈയടി കൊടുത്തത് ഈ വരുന്ന ആളാണ് അലൻ ആൻഡ്രു. അലൻ, അലൻ മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞേ. ചേച്ചി, ഞാൻ അമ്മ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അമ്മ പറഞ്ഞാൽ കേൾക്കണം. അമ്മ പറഞ്ഞാൽ കേൾക്കുന്ന മക്കൾക്കൊക്കെ നല്ലതേ ഉണ്ടാവൂ. അതുകൊണ്ട് എന്താ 25,000 രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പൊ എന്റെ അലൻ ആ നമ്പർ ഒന്ന് പറഞ്ഞേ, ഒന്ന് കേക്കട്ടെ. ആ അടിച്ച മോനെ, കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങളുടെ അടുത്ത വിന്നർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ആ സമ്മാനം കൈമാറാനുള്ള സമയമാണ്. ആ ക്യാഷ് പ്രൈസ് കൈമാറാനുള്ള സമയമാണ്. 25,000 രൂപ ക്യാഷ് പ്രൈസ്. അലൻ ആൻഡ്രു. അലൻ പറഞ്ഞു, ചേച്ചി എന്റെ അമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ വന്നു. അപ്പോ അമ്മമാരൊക്കെ അങ്ങനെയാണ് അല്ലേ? വളരെ നല്ലൊരു കൈയ്യടി നിങ്ങൾ കൊടുത്തിട്ട് നമ്മൾ അടുത്ത വിന്നർ അങ്ങനെ 1/4 ലക്ഷം രൂപ അലന്റെ കയ്യിലേക്ക് നമ്മൾ നൽകുകയാണ്. അപ്പൊ 4 വിന്നേഴ്സിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. 4 ഭാഗ്യശാലികൾക്കും 1/4 ലക്ഷം രൂപ വീതം 25,000 രൂപ വീതം നമ്മൾ നൽകിയിരിക്കുകയാണ്. ഒരു വിന്നർ കൂടി സ്റ്റേജിലേക്ക് പെട്ടെന്ന് എത്താനുണ്ട്. നമ്മുടെ ഷംല ചേച്ചി. ഷംല ചേച്ചി അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് വരുന്നത് പ്രതീക്ഷിക്കുന്നു. സാർ, അങ്ങനെ 4 വിന്നേഴ്സിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് എവറി വൺ. അപ്പൊ വളരെ വേഗത്തിൽ, നിങ്ങൾക്ക് അറിയാലോ ഇന്ന് മഴയും അതിനോടനുബന്ധിച്ച് വാഹന ഗതാഗതവും ഒക്കെ ഉണ്ട്, സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ചെറിയ സമയം ഭാവന ഇവിടെ എത്താനായിട്ട് എടുക്കുന്നത്. വളരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ള ഒരു ഇപ്പൊ കിട്ടിയ നമ്മളുടെ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ നിങ്ങളെ പോലെ സ്റ്റേജിൽ തന്നെ ഇത്രയും മണിക്കൂറുകളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മുടെ കൽപ്പക വെഡിങ്സിനെ ഹൃദയത്തിലേറ്റി ഒരു വിന്നർ കൂടി സ്റ്റേജിലേക്ക് വരാനുണ്ട്. ഷംല വിനോദ്.